ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ജനപ്രിയ നായകൻ ദിലീപിന്റെ 150ാമത് സിനിമയായ പ്രിൻസ് ആൻഡ് ഫാമിലി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. മാജിക് ഫ്രെയിംസിന് വേണ്ടി ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ഈ ദിലീപ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ബിൻഡോ സ്റ്റീഫൻ ആണ്. ക്യൂൻ, ജനഗണമന എന്നീ സിനിമകൾക്ക് തിരക്കഥയൊരുക്കിയ ഷാരിസ് മുഹമ്മദാണ് പ്രിൻസിന് തിരക്കഥയൊരുക്കിയിട്ടുള്ളത്. ഈ വരുന്ന മെയ് 9-ാം തീയതി റിലീസിനെത്താനിരിക്കുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഓൺലൈൻ ബുക്കിംഗുകളെല്ലാം നാളെ മുതൽ ഓപ്പൺ ആവും. 2 മണിക്കൂറും 14 മിനിറ്റും ദൈർഘ്യമുള്ള ചിത്രത്തിന് യു സർട്ടിഫിക്കറ്റ് ആണ് സെൻസർ ബോർഡിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. ആസിഫ് അലി, ദിവ്യപ്രഭ, ദീപക് പറമ്പോൾ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി താമർ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണ് സർക്കിട്ട്. ഈ ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗ് നാളെ മുതൽ ഓപ്പൺ ആവും. 2 മണിക്കൂറും 17 മിനിറ്റും ദൈർഘ്യമുള്ള സർക്കിട്ടിന് യു സർട്ടിഫിക്കറ്റ് ആണ് സെൻസർ ബോർഡിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. മെയ് 8-ാം തീയതി സർക്കിട്ട് തിയേറ്ററുകളിലേക്ക് എത്തും. ടൊവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂട്, ചേരൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത നരിവേട്ട എന്ന സിനിമയുടെ റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അട്ടപ്പാടിയിൽ ആദിവാസി സമൂഹങ്ങൾക്ക് നടന്ന ചില യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി ഒരുക്കിയിട്ടുള്ള നരിവേട്ട എന്ന ഈ ടൊവിനോ ചിത്രം ഈ വരുന്ന മെയ് 16-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ധ്യാൻ ശ്രീനിവാസനെ നായകനാക്കി രാഹുൽജി സംവിധാനം ചെയ്ത ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രം ഈ വരുന്ന മെയ് 16-ാം തീയതി റിലീസ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മെയ് 16-ാം തീയതിയിൽ നിന്നും മെയ് 23-ലേക്ക് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലന്റെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ശശികുമാർ നായകനായി കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തി മികച്ച അഭിപ്രായങ്ങൾ നേടിയ ടൂറിസ്റ്റ് ഫാമിലി എന്ന ചിത്രം റിലീസിനെത്തി 5 ദിവസങ്ങൾ കൊണ്ട് 20 കോടി രൂപയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുണ്ട്. ദുൽഖർ സൽമാനെ നായകനാക്കി നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഐ ആം ഗെയിം എന്ന സിനിമയിൽ പ്രധാന വില്ലൻ വേഷം കൈകാര്യം ചെയ്യുന്നത് കിൽ എന്ന ബോളിവുഡ് സിനിമയിലെ വില്ലൻ വേഷത്തിലൂടെ നമ്മളെ ഞെട്ടിച്ച പാർത്ഥ് തിവാരി ആയിരിക്കുമെന്നുള്ള കാര്യം മൂവി ടീം ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. സൂര്യ നായകനാക്കി RJ ബാലാജി സംവിധാനം ചെയ്തു വരുന്ന സൂര്യ 45 എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നിലവിൽ സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് നടത്താനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ഈ മെയ് മാസം തന്നെ സൂര്യ 45ന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് പുറത്തുവരും. ജെയിംസ് കാമറൂണിന്റെ സംവിധാനത്തിൽ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ ഫാന്റസി സൈഫി സിനിമയാണല്ലോ അവതാർ 3 ഫയർ ആൻഡ് ആഷ്. ഈ വർഷം ഡിസംബർ 19-ന് റിലീസ് തീരുമാനിച്ചിരിക്കുന്ന അവതാർ 3യുടെ റിലീസുമായി ബന്ധപ്പെട്ട് സിനിമയുടെ ഇന്ത്യയിലെ തിയേറ്റർ ചാർട്ടിംഗ് വർക്കുകൾ മൂവി ടീം ഇപ്പോൾ തന്നെ ആരംഭിച്ചതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഭാഷകളിലും അവതാർ 3 റിലീസിനെത്തും. അമീർ ഖാൻ നായകനായി 2007-ൽ പുറത്തുവന്ന താരെ സമീൻ പർ എന്ന സിനിമയുടെ സീക്വലായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് സിതാരെ സമീൻ പർ. അമീർ ഖാനൊപ്പം ജെനിലിയ ഡിസൂസ നായിക വേഷത്തിലെത്തുന്ന സിതാരെ സമീൻ പർ ഇപ്പോൾ റിലീസിലേക്ക് കടക്കുകയാണ്. ഈ വരുന്ന ജൂൺ 20-ാം തീയതി സിതാരെ സമീൻ പർ തിയേറ്ററുകളിലേക്ക് എത്തും. ലാലേട്ടനെ നായകനാക്കി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഹൃദയപൂർവ്വം. ലാലേട്ടനൊപ്പം സംഗീത് പ്രതാപ്, മാളവിക മോഹൻ, സിദ്ദിഖ്, ജനാർദ്ദനൻ, ലാലു അലക്സ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ട് നിലവിൽ പൂനെയിൽ വെച്ച് നടന്നു വരികയാണ്. ഇപ്പോൾ പൂനെയിൽ ഈ ഒരു സെറ്റിലേക്ക് ലാലേട്ടനെ കാണാൻ ജയിലർ ചിത്രത്തിന്റെ സംവിധായകൻ നെൽസൺ ദിലീപ് കുമാർ അവർ തമ്മിൽ ജയിലർ 2വുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയെന്നും ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഓൾറെഡി ജയിലർ 2-ൽ ലാലേട്ടൻ ഉണ്ടാവുമെന്ന് നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ജയിലർ 2-ലെ ലാലേട്ടൻ പങ്കാളിത്തം കൺഫേം ആയെന്ന് തന്നെ പറയാം. ശ്രീനാഥ് ബാസി, രവീണ രവി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിയോ ജോർജ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണ് ആസാദി. ചിത്രത്തിന്റെ സെൻസറിംഗ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. സെൻസർ ബോർഡിൽ നിന്നും US സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്ന ആസാദി ഈ വരുന്ന മെയ് 23-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. കൊറിയൻ സീരീസുകളിൽ തന്നെ ഏറ്റവും അധികം പ്രേക്ഷക പിന്തുണയുള്ള ഒരു സീരീസാണ് സ്ക്വിഡ് ഗെയിം. ഓൾറെഡി 2 സീസണുകൾ സ്ക്വിഡ് ഗെയിമിന്റേതായി പുറത്തു വരികയും ലോകമെമ്പാടും വലിയൊരു റീച്ച് ലഭിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സ്ക്വിഡ് ഗെയിമിന്റെ സീസൺ 3യുടെ റിലീസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഈ വരുന്ന ജൂൺ 27-ാം തീയതി സ്ക്വിഡ് ഗെയിം സീസൺ 3 നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും. സീസൺ 3യുടെ ഒരു ടീസറും നെറ്റ്ഫ്ലിക്സ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്ന കാര്യമായിരുന്നു മിഥുൻ മാനുവലിന്റെ തിരക്കഥയിൽ ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമയിൽ ഉണ്ണി മുകുന്ദൻ നായകനായിട്ട് എത്തുമെന്നത്. ചിത്രത്തിന്റെ ഡയറക്ടർ ആരാണെന്നുള്ള കാര്യം കൺഫേം ആയില്ലെന്നാണ് ഇന്നലെ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ഉണ്ണി മുകുന്ദൻ തന്നെ ഈ ചിത്രം സംവിധാനം ചെയ്യാനുള്ള തീരുമാനത്തിലാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇതൊരു സൂപ്പർ ഹീറോ മൂവി ആയിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. മഹേഷ് ബാബുവിനെ നായകനാക്കി SS രാജമൗലി സംവിധാനം ചെയ്തു വരുന്ന ഒരു ബ്രഹ്മാണ്ഡ ഇന്റർനാഷണൽ സിനിമയാണ് SSMB 29. പ്രിയങ്ക ചോപ്ര നായിക വേഷത്തിലെത്തുന്ന ഈ ചിത്രത്തിൽ മലയാളി താരം പൃഥ്വിരാജ് സുകുമാരനും വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. നിലവിൽ ചിത്രീകരണം നടന്നു വരുന്ന SSMB 29ന്റെ ബഡ്ജറ്റ് 1000 കോടി രൂപയോളമാണ്. ഇപ്പോൾ സിനിമയുടെ ഭാഗത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. SSMB 29ൽ മഹേഷ് ബാബു ഒരു ആർക്കിയോളജിസ്റ്റ് ആയിട്ടാവും എത്തുകയെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മാത്രമല്ല സിനിമയുടെ ടൈറ്റിൽ മൂവി ടീം ഉടൻ തന്നെ പുറത്തുവിടുമെന്നും അപ്ഡേറ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ദളപതി വിജയെ നായകനാക്കി H വിനോദ് സംവിധാനം ചെയ്തു വരുന്ന ജനനായകൻ സിനിമയുടെ അവസാനഘട്ട ചിത്രീകരണം നിലവിൽ കൊടൈക്കനാലിൽ വെച്ച് നടന്നു വരികയാണ്. ഇപ്പോൾ ഈ ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും സിനിമയ്ക്കുള്ളിലെ വിജയുടെ ക്യാരക്ടർ നെയിമിനെ പറ്റി ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. ദളപതി വെട്രിക്കൊണ്ടൻ അഥവാ TVK എന്നാണ് ജനനായകനിലെ വിജയുടെ ക്യാരക്ടർ നെയിമായി പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകളിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. തമിഴക വെട്രിക്കഴകം എന്ന വിജയുടെ പാർട്ടിയുടെ ഷോർട്ട് ഫോം ആണ് TVK. അതുതന്നെ ജനനായകനിലെ കഥാപാത്രത്തിന് പേരായി നൽകിയത് എന്തുകൊണ്ടായിരിക്കുമെന്നത് ജനനായകൻ എന്ന സിനിമ വന്നതിന് ശേഷം കണ്ടു തന്നെ അറിയണം. രൺബീർ കപൂർ, യാഷ്, സായി പല്ലവി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഒരു ഫാന്റസി മിത്തോളജിക്കൽ സിനിമയാണ് രാമായണ. 2026,
2027 ദീപാവലി ദിവസങ്ങളിൽ 2 ഭാഗങ്ങളായി റിലീസ് തീരുമാനിച്ചിരിക്കുന്ന രാമായണിയുടെ ഫസ്റ്റ് ഗ്ലിംസ് വീഡിയോ റിലീസിനൊരുങ്ങുന്നു. നിലവിൽ 3 മിനിറ്റോളം ദൈർഘ്യമുള്ള ഗ്ലിംസ് വീഡിയോയുടെ വർക്കുകൾ പൂർത്തിയായെന്നും ഈ മാസത്തിൽ തന്നെ ഗ്ലിംസ് വീഡിയോ പുറത്തു വരുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. നസ്ലിൻ, മമിത ബൈജു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്ത് തിയേറ്ററുകളിൽ മെഗാഹിറ്റ് വിജയം നേടിയ പ്രേമലു എന്ന സിനിമയ്ക്ക് ഒരു 2ാം ഭാഗം ഉണ്ടാവുമെന്നും ഈ വർഷത്തിൽ തന്നെ 2ാം ഭാഗത്തിന്റെ ചിത്രീകരണം ആരംഭിക്കുമെന്നും മൂവി ടീം തന്നെ ഒഫീഷ്യലായി കൺഫേം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം നസ്ലിന് 2ാം ഭാഗത്തിന്റെ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെന്നും അതിനാൽ തന്നെ പ്രേമലു 2ന്റെ ചിത്രീകരണം ഉടനെ തുടങ്ങാൻ സാധ്യതയില്ലെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന സിനിമ റിലീസിനെത്തിയിട്ട് ഇന്ന് 12 ദിവസങ്ങൾ തികഞ്ഞിരിക്കുകയാണ്. ഈ 12 ദിവസത്തെ തുടരും സിനിമയുടെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രം 12 ദിവസങ്ങൾ കൊണ്ട് 75 കോടി രൂപയോളം സ്വന്തമാക്കിയ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 175 കോടിയിലേക്ക് എത്തപ്പെട്ടു കഴിഞ്ഞു. നിലവിലെ ട്രാക്കേഴ്സിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ വീക്കിന്റോട് കൂടി തന്നെ തുടരും 200 കോടി ക്ലബിൽ എത്തുമെന്ന് തീർച്ച. അപ്പോൾ ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ ഇത്രയും വേഗത്തിൽ എന്നും രാത്രി കൃത്യം 9 മണിക്ക് നിങ്ങളിലേക്ക് എത്തുവാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക.